പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ സർവലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗത്തെന്നത് പോലുലകിൽ നിശ്ചിത്തം നിറവേറണമേ, ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, സകലതിനെയും നാഥായി നീക്കും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. അവനൊരു നാളും കഴിവില്ലേ അവനെ രക്ഷ നിനക്കേകാൻ, ആത്മാവൊരു നാൾ വെടിയുമ്പോൾ മണ്ണോടവനും ചേരുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, സകലത്തിനെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിനെയും നാഥായി നീക്കും. സർവരും ഒന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ജീവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ, സകലതിനെയും നാഥായി നീക്കും.
അധ്യായം 14:20 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെ പോലെയും ചിന്തയിൽ പക്കമതികളെ പോലെയും ആയിരിക്കുകയും. നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മുഖേനയും അന്യദേശക്കാരുടെ അവതരണങ്ങൾ മുഖേനയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. എന്നാലും അവരെ എന്നെ കേൾക്കാൻ കൂട്ടാക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. ഭാഷാപരം വിശ്വാസികൾക്കുള്ളത് അല്ല, അവിശ്വാസികൾക്കുള്ള അടയാളമാണ്. പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും. ആകയാൽ സഭ മുഴുവൻ സംഘടിച്ചിരിക്കുകയും ഓരോരുത്തരും ഭാഷാപരത്തോടെ സംസാരിക്കുന്നതായി അജ്ഞരോ അവിശ്വാസികളോ വന്നു കണ്ടാൽ നിങ്ങൾക്ക് പ്രാന്താണെന്ന് അവർ പറയുകയില്ലേ? എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അജ്ഞനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ വിധിക്കാനും പരിശോധിക്കാനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്താനും നിങ്ങൾ അവന് കാരണമാകും. അങ്ങനെ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ദൈവത്തെ ആരാധിക്കാനും ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പ്രഖ്യാപിക്കാനും ഇടയാകും. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ. കൂടെയുള്ളവൻ ദൈവമാണ് എന്ന തിരിച്ചറിവ് വലിയ അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും നയിക്കുന്നു. യേശു സിനഗോഗിൽ ഇറങ്ങി യാക്കോബിനോടും യോഹന്നാനോടും കൂടി ശിമയോന്റെയും അന്ത്രയോസിന്റെയും ഭവനത്തിലെത്തി. ശിമയോന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടപ്പായിരുന്നു. അവളുടെ കാര്യം അവർ അവനോട് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു അവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ അവരെ ശുശ്രൂഷിച്ചു. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാചബാധിതരായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിലുകൾ സംഭരിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേര് അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുകളെ പുറത്താക്കി. പിശാചുകൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കുവാൻ അവൻ അനുവദിച്ചില്ല. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞാൻ സഹോദരങ്ങളെ എന്റെ ആശ്വാസം അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധാത്മാവിന്റെ ആത്മാവിനെ കുറിച്ച് മനുഷ്യരുടെ കടമ ബോധിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദാഹരണ ഞാൻ സഹോദരങ്ങളെ വിശുദ്ധാത്മാവിന്റെ മാസത്തിൽ ഭാഗ്യവാനാക്കണമെന്ന് വിശുദ്ധാന്റെ ശരീരത്തിൽ ആത്മീയപ്പെട്ടവരെ വളർന്നതാവശ്യമായ സഹോദരങ്ങളെ എന്റെ ജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വരുന്ന ശോഭയോടെ ഞങ്ങൾ അവസാന ദിവസത്തിൽ ഉയർന്നേൽപ്പാൻ കാലത്താണെന്ന് ലോകാരണം മുതൽ തീരുമാനമാർഗം സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങൾ ചെയ്യുവാനിടയാക്കണമെന്ന് വിശ്വാസ സമൂഹനായ ഞാൻ പരിശുദ്ധാവ് മാറിയോ ബാബായി ഞാൻ സർവ്വപിതാവായ ഞാൻ മാതാപുരത്തെ മലയാളമായി മാറ്റിയ നമ്മൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ആനന്ദമായ രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യണം.
സമർപ്പിക്കാം. അങ്ങയുടെ രാജ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹാനുഭവത്തിലെയും മരണത്തിലെയും സംസ്കാരത്തിലെയും ഉദാഹരണത്തിലെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ചരാചരകർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തെ സ്വർഗവാസികളായ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. Da
ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. നിങ്ങൾ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങനെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് എന്നുള്ളിൽ വരട്ടെ. അങ്ങനെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയരത്തിലുള്ളവരെ പ്രത്യാശിക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങനെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. See
എല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടുകൂടി അവിടെ വിളിച്ചപേക്ഷിക്കാം. സുഖസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹാ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പാപങ്ങൾ പോകുന്ന കാരുണ്യവാൻ നീതിമാനായ ദൈവമേ, ഞങ്ങളുടെ മനുഷ്യരുടെയും പാപങ്ങൾ ക്ഷമിച്ച് നിത്യജീവനുള്ളവരെ ഞങ്ങൾക്ക് വാഗ്ദത്തമേ. അങ്ങേ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ശിവശിഹാനും പാവനം അവരുടെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും നേരും ആമേൻ. ഈശോയെ സേവിക്കുക.
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും പാവനമങ്ങേ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാഥാമാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. അങ്ങേ സന്നിധിയിൽ ജീവിതബലിയർപ്പിച്ചു. നീ വീഴുന്നൊരബ്രാഹം ജോബും നോബും പൂജിതരാ. വാനവരൊത്തു നിരന്തരമാം മഹിമയേഴും തിരുരാജ്യത്തിൽ താപക ഗീതികൾ പാടിടുവാൻ കനിവാർന്നവരെ ചേർക്കണമേ. നാഥാതാവക തിരുവരയിൽ പങ്കാളികളായി തീർന്നവരാ ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും.